എല്ലാവർക്കും നമസ്കാരം. എന്താണ് പഞ്ചഗവ്യ വിളക്ക്? പഞ്ചഗവ്യ വിളക്ക് വീട്ടിൽ കൊളുത്തിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പുതിയൊരു വീട് വച്ച് പാല് കാച്ചുന്ന ദിവസം ഹോമങ്ങളും പൂജകളും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ആ ഒരു വീട്ടിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും നെഗറ്റിവിറ്റിയെ പുറന്തള്ളുകയും ആ ഒരു ദിവസം തന്നെ നമ്മുടെ വീട്ടിലൊരു ദൈവികത ഫീൽ ചെയ്യുകയും ചെയ്യും. പണ്ടൊക്കെ വീടുകളിൽ വർഷത്തിലൊരിക്കൽ ഗണപതി ഹോമം, സുദർശന ഹോമം, ഭഗവതി സേവ ഇവയെല്ലാം നമ്മുടെ വീട്ടിലൊക്കെ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയക്കുറവ് മൂലവും ഒക്കെ അതൊന്നും ചെയ്യാൻ സാധിക്കാറില്ല. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു ഹോമങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു പഞ്ചഗവ്യ വിളക്ക് വീട്ടിൽ കൊളുത്തുമ്പോൾ തന്നെ ഒരു ഹോമം നടത്തിയതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. പഞ്ചഗവ്യ വിളക്ക് എന്നാൽ പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിനെ പഞ്ചഗവ്യ വിളക്ക് എന്ന് പറയുന്നത്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം ഇവ 5ഉം ചേർത്ത് ഉണ്ടാക്കുന്ന വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. പാല് ചന്ദ്രഭഗവാനെയും, തൈര് വായുഭഗവാനെയും, ഗോമൂത്രം വരുണ ഭഗവാനെയും, നെയ്യ് സൂര്യഭഗവാനെയും, ചാണകത്തിൽ അഗ്നിദേവനും ഉണ്ടെന്നാണ് ഐതിഹ്യം. അതിനാൽ ഈ ഒരു വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ ഈ ഭഗവാന്മാരുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. എങ്ങനെയാണ് ഈ പഞ്ചഗവ്യ വിളക്ക് കൊളുത്തുന്നത് എന്നാൽ, ഇപ്പോൾ 21 ദിവസം അല്ലെങ്കിൽ 48 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊളുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പൗർണമി ദിവസം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പൗർണമി ദിവസം തൊട്ട് ഈ ഒരു വിളക്ക് കൊളുത്താൻ ആരംഭിക്കുക. സന്ധ്യാസമയങ്ങളിൽ കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ രാവിലെ കൊളുത്താവുന്നതാണ്. രാവിലെ ഒരു 8 മണിക്ക് മുൻപേ ഈ ഒരു വിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സന്ധ്യാസമയത്തും കൊളുത്താവുന്നതാണ്. ഞാൻ കൂടുതലും സന്ധ്യാസമയങ്ങളിലാണ് ഈ ഒരു വിളക്ക് കൊളുത്തുന്നത്. ഇത് എങ്ങനെ കൊളുത്തുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പൂജാ റൂം ഉണ്ടെങ്കിൽ പൂജാ റൂമിൽ കൊളുത്താം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ കൊളുത്താം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹാളിലും ഈ ഒരു വിളക്ക് കൊളുത്താവുന്നതാണ്. അതിനായിട്ടൊരു വെങ്കല തട്ട എടുക്കുക, അതിലേക്ക് താഴെ വയ്ക്കുക, അതിലേക്ക് തറയിൽ വയ്ക്കുക. ആ ഒരു വെങ്കല തട്ടത്തിൽ കുറച്ച് പൂക്കൾ വയ്ക്കുക. അതിന് നടുക്കായിട്ട് ഒരു മൺചിരാത് വയ്ക്കുക. ഈ മൺചിരാതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പഞ്ചഗവ്യ വിളക്ക് വയ്ക്കുന്നത്. കാരണം ഈ ഒരു പഞ്ചഗവ്യ വിളക്ക് കൊളുത്തി അത് മുഴുവനായിട്ട് കത്തി അതിൻ്റെ പുക നമ്മുടെ വീട് മുഴുക്കെ ആ ഒരു പുക പടരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചിരാത് അടിയിൽ വയ്ക്കുന്നത്. ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഇപ്പോൾ 48 ദിവസം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊളുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നെയ്യ് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. നെയ്യ് അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ വിളക്കെണ്ണ ഉപയോഗിച്ചും കൊളുത്താവുന്നതാണ്. പക്ഷെ കൂടുതൽ നല്ലത് നെയ്യ് ഒഴിച്ച് തെളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശേഷം തിരിയിട്ട് ഒരു ചിരാതിൽ വിളക്ക് കൊളുത്തി ആ വിളക്കിൽ നിന്ന് ഈ ഒരു പഞ്ചഗവ്യ വിളക്ക് കൊളുത്തുവായിട്ട് ഡയറക്റ്റായിട്ട് തീപ്പെട്ടി ഉരച്ച് ഒരിക്കലും വിളക്ക് കൊളുത്തുവാൻ പാടില്ല. ശേഷം ഈ ഒരു വിളക്ക് മുഴുവനായി കത്തി ആ ഒരു പുക നമ്മുടെ വീടുകളിൽ മുഴുക്കെ ആ ഒരു പുക പടരും. ആ സമയം തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധവും ഒരു ഹോമത്തിൻ്റെ ഒരു ഫീലും നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഇത് അണഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചാരം നമുക്ക് നെറ്റിയിൽ ഇടാവുന്നതാണ്. ശേഷം അതിൽ ബാക്കി വരുന്ന ചാരം തുളസിയിലോ ചെടികൾക്കോ ഇടാവുന്നതാണ്. കാരണം ഇതിൽ ചാണകം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചെടിയിലിട്ടാൽ നല്ലൊരു വളം കൂടെയാണ്. ഈ ഒരു വിളക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി 48 ദിവസം 21 ദിവസം തെളിയിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. കാരണം വീടുകളിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അനാവശ്യ ചെലവ്, മക്കളുടെ ഇപ്പോൾ എപ്പോഴും രോഗങ്ങളായിരിക്കും വീടുകളിൽ. അപ്പോൾ അതെല്ലാം ഈ ഒരു നെഗറ്റിവിറ്റി എല്ലാം ഈ ഒരു വിളക്ക് കൊളുത്തുന്നതോടെ തന്നെ ആ വീടുകളിൽ നെഗറ്റിവിറ്റി എല്ലാം പുറന്തള്ളുകയും ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന ദിവസം വിളക്ക് കൊളുത്തുവാൻ പാടില്ല. പീരീഡ്സ് ആയിരിക്കുന്ന സമയങ്ങളിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഈ ഒരു വിളക്ക് കൊളുത്താവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈ ഒരു വിളക്ക് കൊളുത്തുന്നത് കൊണ്ട് നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നതാണ്.
അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു വിളക്കാണ് ഈ ഒരു പഞ്ചഗവ്യ വിളക്ക്. അതിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു വിളക്ക് തെളിയിച്ചാൽ വീടുകളിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുടുംബത്തിന് ഏറ്റവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം.